റുത്ത കാട്ടക്കൻ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ റീസ്റ്റോറേഷൻ നടക്കുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും ദിവസം ലേറ്റ് ആയത് വേറെ ഒന്നുമല്ല, ഇത് മിഷൻ ചെയ്യാൻ കൊടുത്തേക്കായിരുന്നു. കാരണം ഇതിനെ നമ്മളെ അന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതെ ബോർ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അടിയും മുകളിൽ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്തല്ല, അപ്പോൾ പിന്നെ എഞ്ചിനോട് ബോർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇത് ബോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ ചെയ്തേക്കണേ, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. സ്ലീവ് അടിച്ചേക്കണം കണ്ടോ. നമുക്ക് ഈ ഇതിന് സ്ലീവ് നമ്മുടെ സെപ്പറേറ്റ് ഇറക്കിയേക്കല്ല, ഇതൊറ്റ സ്ലീവാണ്. അപ്പോൾ ഒരു വേറെ സ്ലീവ് അടിച്ചിട്ട് ബോർ ചെയ്തേക്കണതാണ് കണ്ടോ. സ്ലീവ് അടിച്ചിട്ട് അവർ ബോർ ചെയ്തിട്ട് സൈസ് കറക്റ്റ് ചെയ്തിട്ട് പുതിയ പിസ്റ്റൺ പഴയ തന്നെയാണ്, നമ്മൾ പുതിയ റിങ്സൊക്കെ ഇട്ടിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ ഇവിടെ ചേർത്ത് ഇത് ചെയ്തേക്കാണ്. അപ്പോൾ ഇത് കാണാൻ പറ്റും, ഇങ്ങനെ ചെയ്യാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നല്ല ഫിനിഷിങ് ഒരേ അളവായിരിക്കും, അതായത് ഇവിടെ നിന്ന് അടി വരെയും ഒരേ മെഷർമെൻ്റ് ആയിരിക്കും. അങ്ങനെ വേണം, അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ പൈസ എങ്ങനെയാണ് വന്നേക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെഡും പിന്നെ ആ കൂട്ടത്തിൽ കാരണം വാൽവും ലാപ്പ് ചെയ്തിരുന്നു. കാരണം ഹെഡിൻ്റെ വാൽവുകൾ ലാപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞു, കാരണം അതുകൂടി ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഒരു ചിലവ് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്ലീവ് പുതിയ, അപ്പോൾ എല്ലാം നമ്മളൊന്നും മേടിച്ച് കൊടുക്കണില്ല, എല്ലാവരും തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 രൂപ 16 ആ റേഞ്ചാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 9 രൂപ അടുപ്പിച്ച് മേടിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ റിങ്സ് സകല സാധനവും പിന്നെ അതേപോലെ ക്രാങ്ക് സ്ലീവുകളെല്ലാം നമ്മൾ തന്നെ മാറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാരണം അതിൻ്റെ പൈസ ഒന്നും എടുത്തില്ല, അങ്ങനെ അത് അത്രയും രൂപയ്ക്ക് തന്നത്. അപ്പോൾ ഒരു 15 രൂപ 16 രൂപ പ്രതീക്ഷിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫുള്ള് റീസ്റ്റോർ ചെയ്യണമെങ്കിൽ അവരുടെ പൈസ മാത്രം, മിഷൻ ചെയ്യണ ചാർജ് മാത്രം ഉണ്ട്. അത് പിന്നെ ഇനി ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേറെ വരും. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഹെഡ് നമ്മൾ ലാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് തിരിച്ച് കയറ്റി ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇതൊക്കെ അഴിച്ച് വെച്ചിരിക്കുകയാണ്, കാരണം ഇത് ഊരാൻ വേണ്ടിയിട്ട് പിന്നെ അഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ റിസ്റ്റോറേഷൻ പാർട്ടിൽ ചെയ്തിരുന്നുള്ള, അതായത് ഓയിൽ പമ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമതൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഒരു 35 രൂപയെങ്കിലും മിനിമം വരും എല്ലാം കൂടി ചിലവ്. അത് ഒറിജിനൽ സാധനമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൈസ വരും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-30 രൂപയൊക്കെ ചിലപ്പോൾ തീരുമായിരിക്കും, അല്ലെങ്കിൽ 35-40 രൂപ ആ റേഞ്ചിൽ എന്തായാലും ഇതിൻ്റെ ഇത് ചെയ്തു വരുമ്പോൾ എൻജിൻ ചെയ്ത് വരുമ്പോൾ വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണിത് ഇതിൻ്റെ ചിലവ്. അപ്പോൾ ചിലവ് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി അന്നിപ്പോൾ വീഡിയോയിലുള്ളതാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടുത്തെ ഞങ്ങൾ വാട്ടർ പമ്പും ഓയിൽ പമ്പൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹെഡ് സെറ്റ് ചെയ്യണം. ഹെഡ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് ചെയ്തു തരാം. അതായത് കറക്റ്റ് ടൈമിംഗ് ബെൽറ്റ് ഇടാം. കാരണം ടൈമിംഗ് ബെൽറ്റ് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ മുറുക്കിയിട്ട് നമുക്ക് അത് നോക്കാം. പിന്നെ നമുക്ക് ഹെഡിൻ്റെ ഗ്യാസ്കറ്റാണ്. ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 550 രൂപയായിട്ട് പറഞ്ഞത്. MGP ആണ് ഒറിജിനൽ സാധനം. അപ്പോൾ ഇത് തന്നെ മേടിച്ചിട്ടുള്ളതാണ് ഏറ്റവും നല്ലത്. ഈ ഒറിജിനൽ ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഓവർ ഹീറ്റ് ആയാലും പിടിച്ചേക്കും. പക്ഷേ ലോക്കൽ സാധനമുണ്ട്, ഭയങ്കര പൈസ കുറവാണ്. ഒരു 1500 രൂപ കൊടുത്താൽ ഫുൾ സെറ്റ് കിട്ടും. പക്ഷേ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വെള്ളം തീർന്ന് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസ്കറ്റ് അടിച്ചു. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഒരു പ്രാവശ്യമൊക്കെ പിടിച്ചേക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്. ടോപ്പ് ഒന്ന് എഴുതിയുണ്ട് ഇവിടെ, ടോപ്പ് വശത്ത തന്നെ. അപ്പോൾ നമ്മളിത് ഇത് ഉണ്ടോ വാൽവ് കംപ്ലീറ്റ് സീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മിഷൻ ചെയ്തെടുത്തേക്കാണ്, കാരണം ഒരു എന്തായാലും അഴിച്ചല്ലേ എന്നുള്ള രീതിയിൽ. ഇനി നമുക്കപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. വെച്ചിട്ട് കറക്റ്റിൻ്റെ മുകളിലേക്ക് ഇട്ട് മുറിക്കിയാൽ മതി. മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് മുറുക്കണം, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കണ്ട ഒരു 2 ഗൈഡ് ഹോളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇവിടെയും 2 ഗൈഡ് ഹോളുകൾ വന്നിട്ടുണ്ട്. ഈ രീതിയിൽ കയറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇരുന്നോളും. ഇനി നമുക്ക് പിടിച്ചിട്ട് അങ്ങനെ പതുക്കെ എടുത്ത് വെച്ചാലും മതി. ഈ ഇതിൻ്റെ മുകളിലേക്ക് എടുത്തോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അവിടെ ഇറക്കാം. അപ്പോൾ ഇത് ഇവിടെ ആയിട്ടാണ് വന്നത് കേട്ടോ, വേറെ ഒന്നും ചിന്തിക്കാനല്ല. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുണ്ടോ ഈ ഒരു പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇപ്പോൾ വീണിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഉള്ള ബോൾട്ടുകളാണ് മുറിക്കാൻ. ഇവിടെ നിന്ന് ഇങ്ങനെ ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോഴത്തെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, കറക്റ്റായിട്ട് സീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് മുറുക്കാം. ഈ ഹോളുകളെല്ലാം ബോൾട്ടിട്ട് മുറുക്കണം. ഉണ്ട് ഗ്യാസ്കറ്റ് ഇവിടെ നല്ല സീറ്റിങ് കിടക്കണം കാണാൻ പറ്റും. ഇനി ഇത് മുറുക്കുന്ന സീക്വൻസൊക്കെ ഉണ്ട്, അതായത് ഒറ്റടിക്ക് അവിടെ ഇവിടെ ആയിട്ട് മുറുക്കല്ല ചെയ്യണേ, ആ സീക്വൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ആ സീക്വൻസൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്തേ ഇത് സെറ്റ് ചെയ്യേണ്ട ഒരു സീക്വൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ മുറുക്കി വെച്ചേക്കണ്ട, മുറുക്കുക എന്ന് പറഞ്ഞാൽ ലോഡുണ്ട്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ക്യാം ഷാഫ്റ്റ് ഊരി മാറ്റണം, എന്നാലേ മുറുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 10 ബോൾട്ട് നമ്മൾ മുറുക്കിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്വൻസ് വരുന്നുണ്ട്. സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1 2 3 അങ്ങനെ 10 ഉണ്ടല്ലോ. അതിനകത്ത് ആദ്യത്തെ നമ്മൾ മുറുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 7ാമത്തെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ 1 2 3 4 5 6 7 അവിടെ നിന്നായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. 7ാമത്തെ ഇത് ആദ്യം മുറുക്കണം.
ഇത് മുറുക്കി കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചാമത്തേണ് മുറുക്കണ്ടേ, അതായത് ഇത് മുറുക്കണം. അപ്പോൾ ഇത് 3 സ്റ്റെപ്പായിട്ട് ആദ്യം എല്ലാം ലോഡ് ചെയ്യണം, പിന്നെ രണ്ടാമത് ഒന്ന് ടൈറ്റ് ചെയ്യണം, പിന്നെ മൂന്നാമതൊന്ന് ടൈറ്റ് ചെയ്യണം. അങ്ങനെ മുറുക്കാവുള്ളൂ. അങ്ങനെ 3 ടോർക്കാണ് തന്നെ. ടോർക്ക് റേഞ്ച് നമ്മുടെ ഇല്ല, അപ്പോൾ നമ്മളൊരു കണക്ക് കൂട്ടി ടൈറ്റ് ചെയ്യണതാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം തന്നെ നമ്മൾ 7ാമത്തെ ടൈറ്റ് ചെയ്യണം, ഇത് ടൈറ്റ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് 5ാമത്തെ ടൈറ്റ് ചെയ്യണം. 5 കഴിഞ്ഞാൽ പിന്നെ നേരെ 1ലേക്ക് വരണം, ഈ 1 ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ 3ാമത്തെ ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ 9ാമത്തെ ടൈറ്റ് ചെയ്യണം, ഇത് ടൈറ്റ് ചെയ്യണം. 9 ടൈറ്റ് ചെയ്യണം, പിന്നെ 10 ടൈറ്റ് ചെയ്യാം. പിന്നെ 10 കഴിഞ്ഞാൽ നേരെ ഇതിനകത്ത് 4ലേക്ക് വരണം, ഈ 4 ടൈറ്റ് ചെയ്യണം, പിന്നെ 2 ടൈറ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് വരുന്നത് 6ാമത്തെയാണ്, അതായത് ഇത് ടൈറ്റ് ചെയ്യണം, 6 ടൈറ്റ് ചെയ്യണം, പിന്നെ 8 ടൈറ്റ് ചെയ്യണം, ഇത് ടൈറ്റ് ചെയ്യണം. ഈ ഒരു സീക്വൻസിലാണ് ഇത് പോണത്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം ഞാനൊന്നുകൂടി. ഇതിൻ്റെ സീക്വൻസ് വരുന്നത് ഇങ്ങനെയാണ്. 7ാമത്തെ ഇത് വരും 7, പിന്നെ 5, പിന്നെ 1, പിന്നെ 3, അതായത് ഇത് 3 വരും, പിന്നെ 9 വരും, പിന്നെ 10, പിന്നെ 9, 10, 4, 2, 6, 8 അങ്ങനെയാണ്. അപ്പോൾ അതായത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 7, 5, 1, 3, 9 മുകളിലും 10, 4, 2, 6, 8 അടിയിലും. ആ രീതിയിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി. അങ്ങനെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 3 സ്റ്റെപ്പായിട്ട് ടൈറ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ഇതേ സീക്വൻസിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്യുക, ലോഡ് ചെയ്ത് വയ്ക്കുക. രണ്ടാമത്തെ ഒരു നമുക്ക് പിടിക്കുക, പിന്നെ മൂന്നാമത്തിൽ ടൈറ്റ് ചെയ്ത് നിർത്തുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്ത് നിർത്തിയുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് കാര്യങ്ങളൊക്കെയാണ്. അത് അടുത്ത വീഡിയോയിൽ പറയാം, കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞങ്ങളിപ്പോൾ അടച്ചു വയ്ക്കാൻ പോകുന്നു. നാളെ നമുക്ക് അടുത്തതിൽ ഇനി ക്യാം ഷാഫ്റ്റ് കയറ്റിയിട്ട് മുറുക്കി ടൈമിങ്ങും കാര്യങ്ങളും അതിൻ്റെ വാൽവ് ക്ലിയറൻസ് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.